അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ ലഹരിയെക്കുറിച്ച് അല്പസമയം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് ലഹരി? എന്താകണം ലഹരി? ലഹരി ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വിഷവിത്ത്. അതെ, ഒരു വസ്തുവിനോടോ ഒരു പ്രവൃത്തിയോടോ മനുഷ്യ മനസ്സ് അടിമപ്പെടുന്നതാണ് ലഹരി. ഇതിൽ നല്ല ലഹരിയും ചീത്ത ലഹരിയുമുണ്ട്. നല്ല ലഹരിയെക്കുറിച്ചുള്ള അറിവ് ഇക്കാലത്ത് വളരെ കുറവാണ്. വായന, കളികൾ, വ്യത്യസ്ത കലകൾ ഇതെല്ലാം നല്ല ലഹരിയിൽ ഉൾപ്പെട്ടതാണ്. ഈ ലഹരികളിലൂടെ മനസ്സ് വളരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇക്കാലത്ത് നാം കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സ് മരവിപ്പിക്കുന്നതായ ചീത്ത ലഹരിയെക്കുറിച്ചാണ്. കുറച്ചു മുന്നേ വരെ ഇത് ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിനെപ്പോലും ഇപ്പോൾ ലഹരി മാഫിയ പിടികൂടിയിരിക്കുകയാണ്. ഇപ്പോൾ പല ഫ്ലേവറിൽ ലഹരി വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കുട്ടികളെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊന്നൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും കരുതിയിരിക്കുക, എവിടെയും പ്രതികരിക്കാൻ തയ്യാറാവുക. അള്ളാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം إنما الخمر والميسر والأنساب والأزلام رجس من عمل الشيطان. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകോലുകളും പൈശാചികമായ ചീത്ത പ്രവർത്തനമാകുന്നു. നമ്മൾ ലഹരി ഉപയോഗിക്കുന്നവരെയോ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നവരെയും നമ്മൾ തിരിച്ചറിയണം. കുറച്ചു മുന്നേ വരെ ആൺകുട്ടികളായിരുന്നു കൂടുതൽ ലഹരി ഉപയോഗിക്കാറ്. എന്നാൽ ഇക്കാലത്ത് പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒന്നും വ്യത്യാസമില്ലാതെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു മുന്നേ വരെ നമ്മൾ ലഹരിയെ പറ്റി കേൾക്കുമ്പോൾ അതങ്ങ് ദൂരെയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ലഹരിയെ പറ്റി കേൾക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. രക്ഷിതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സൂക്ഷ്മമായി വളർത്തുക. എന്നും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവുക. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാം. അള്ളാഹു അതിന് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.